ഫസൽ വധക്കേസിലെ കാര്യങ്ങളൊക്കെ സലീമിനും റയീസിനും അറിയാമായിരുന്നു കരുതുക. അതിന്റെ പേരിൽ CPM എന്തിനാണ് അവരെ കൊല്ലുന്നത്? ഈ സലീമും ഇവരും ഈ റയീസും ഒക്കെ ഇടയ്ക്ക് പാർട്ടിയുമായി തെറ്റിയോ? പാർട്ടിയുമായി തെറ്റിയല്ല, ഇത് സംഗതി പുറത്തു വരാം. ഒന്ന് സലീം ഗൾഫിൽ പോയാൽ സംഗതി പുറത്തു വരും, റയീസ് പുറത്തു വിടും. ഇത് ധരിച്ചിട്ട് തന്നെയാണ് ചെയ്ത്. അതൊരു സംഗതി പുറത്തു വിടുന്നുള്ളത് അതിന് ധാരണയുണ്ട്, അതാണ് ചെയ്യാൻ കാരണം. അല്ല, ഇവർക്ക് മാത്രമായി ഈ കാര്യങ്ങൾ അറിയാൻ എങ്ങനെയാണ് അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇവർക്ക് അല്ല ഈ ഫസൽ വധക്കേസിലെ ഡീറ്റെയിൽസ് സലീമിനും റയീസിനും അറിയാമായിരുന്നു എന്ന് വെച്ചാൽ അവർക്കത് ആരാണ് ചെയ്തത്, ആരാണ് നേതൃത്വം കൊടുത്തത്, ആരായിരുന്നു കൊലയാളി സംഘത്തിലുണ്ടായിരുന്നത്, എല്ലാം അറിയാമായിരുന്നാണോ? എല്ലാം അറിയാമായിരുന്നു. കാരണം ഇവർ ഇവിടുന്ന് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടത്. എൻ്റെ മോൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഫസൽ വധവുമായി സംബന്ധപ്പെട്ട സംഗതിയാണ് മറ്റോ കൊല്ലപ്പെടുക. കാരണം അതിൽ പല ആൾക്കാരും കൊല്ലപ്പെട്ടു, ആളുകൾ ഞാൻ പേരിപ്പം പറഞ്ഞില്ല. പല ആൾക്കാരും പല ആത്മഹത്യ ഇവിടെ നടന്നിട്ടുണ്ട്. വിശദമായ ഒരു അന്വേഷണം നടത്തി ഇതെല്ലാം വെളിയിൽ വരും. അല്ലാണ്ട് കേരള പോലീസ് അന്വേഷിച്ച ഒരു കാലത്ത് ഇത് വെളിയിൽ വരില്ല. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ നേരത്തെ CPM താങ്കളുടെ ആരോപണത്തിന് മറുപടിയായി പറയുന്നത് CPM തന്നെ കൊല്ലിച്ചതാണെന്ന് പരാതി ഉണ്ടെങ്കിൽ ഈ രക്തസാക്ഷി ഫണ്ടിന്റെ കാര്യത്തിൽ അവരുമായി സഹകരിച്ചല്ലോ എന്നാണ്. സഹകരിച്ചില്ല, ഞാൻ പറയാം. അതായത് പല പ്രാവശ്യം അവരെന്നെ നിർബന്ധിച്ച് എന്നോട് ഫണ്ട് മേടിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ ആലോചിച്ചത് സ്നേഹിതം പറയാൻ ചോദിച്ചു. അവൻ്റെ കേസ് ഞാൻ പത്രത്തിൻ്റെ ഒരു ഏജൻറ്റാണ്, എൻ്റെ അടുത്ത് യാതൊരു വരുമാനമില്ല. കേസ് നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരോട് പണം മേടിച്ചത്. കാരണം എൻ്റെ മേലെ കൊന്നിട്ട് പൈസ ഇല്ലാത്ത ഞാനങ്ങനെ കേസ് നടത്തുക? കേസ് നടത്താൻ തന്നെ ഞാൻ പണം മേടിച്ചത് ശരിയാണ്. ആരെങ്കിലും മോനെ കൊന്നിട്ട് പൈസ മേടിക്കും? ആരെങ്കിലും സ്വന്തം മക്കൾ ഫസലിന്റെ കേസ് കൊടുക്കും, ഒരു മോനെ കൊല്ലം തന്നെ വരുന്നത്. ഫസലിന്റെ കേസല്ല, ഫസലിന്റെ കേസിൽ ശരിയായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CBI എൻക്വയറി ഒക്കെ ആവശ്യപ്പെടുന്ന കേസ് നടത്താനല്ലേ ഈ പൈസയുടെ കാര്യം പറയുന്നത്? അല്ല, എന്റെ മോന്റെ കേസ് നടത്താൻ വേണ്ടി. അല്ല, സോറി ഞാൻ ചോദിക്കുന്നത് സലീം എനിക്ക് പേര് മാറിപ്പോയതാണ്. ഞാൻ ചോദിക്കുന്നത് സലീമിന്റെ കേസ് നടത്തുന്നത് പാർട്ടിയല്ലേ? അല്ല, അത് പ്രോസിക്യൂഷൻ ആണല്ലോ, പാർട്ടി അല്ല. പ്രോസിക്യൂഷൻ ഉണ്ടല്ലോ. സോറി, സലീമിന്റെ കേസിൽ പ്രോസിക്യൂഷൻ ഉണ്ടല്ലോ. അതിനകത്ത് എന്തിനാണ് നമുക്ക് ഇത് കേസ് നടത്താൻ പണം? CBIക്ക് ഞാനല്ലോ കൊടുത്തത്. ഈ അന്വേഷണം പോരാ എന്ന മട്ടിൽ അന്വേഷണം നടത്താൻ പണം ആവശ്യമുണ്ടായിരുന്നു. ഓക്കെ, ആ ഭാഗം വിട്ടാൽ ഞാൻ വീണ്ടും ഒന്ന് റെജി ലൂക്കോസിലേക്ക്. റെജി, അത് കേൾക്കൂ. തുടക്കം മുതൽ തന്നെ ഇത് ഈ പറയുന്ന പ്രതികൾ ചെയ്ത കൃത്യമല്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. പ്രാദേശികമായി വിവരങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷവും ശരിയാവണ്ണമുള്ള പ്രതികളെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ പറയുന്നതല്ല, കോടതിയിൽ പറയാൻ അവസരം കിട്ടിയത് ഇപ്പോഴാണ്. പുറത്തു പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കോടതി കുറച്ചുകൂടി നിയമപരമായ വലിയ ബോഡിയാണല്ലോ, അവിടെ പറഞ്ഞു. അതിലെന്താണ് ഇത്ര അസാധാരണത്വം? അതിലെന്താണ് ഇത്ര ആക്ഷേപം ഉന്നയിക്കാനുള്ളത് റെജി? അല്ല, അതിനകത്ത് ആക്ഷേപമൊന്നും ഉന്നയിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞതിൽ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? എൻ്റെ മകൻ്റെ മരണത്തിൻ്റെ കേസ് നടത്താൻ വേണ്ടിയിട്ട് രക്തസാക്ഷി ഫണ്ട് ഞാൻ സ്വീകരിച്ചു, അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒരുപക്ഷെ ലോക ചരിത്രത്തിനകത്തായിരിക്കും കൊലയാളികളുടെ കയ്യിൽ നിന്നും മകൻ്റെ കൊലയാളികളിൽ നിന്ന്, അദ്ദേഹം ഇപ്പോൾ പറയുന്ന ആൾക്കാരിൽ നിന്നും പൈസ വാങ്ങിച്ച് ആ മകൻ്റെ കേസ് നടത്താനാണ് അദ്ദേഹം തയ്യാറായെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ചർച്ചയുടെ പ്രസക്തി പോയില്ല. അത് തന്നെ എത്ര വിചിത്രമാണ്. ഒരു പിതാവ് തൻ്റെ മകനെ കൊന്നവരിൽ നിന്നും തൻ്റെ മകൻ്റെ കൊലപാതകളെ അല്ലെ കൊലക്കേസ് നടത്താൻ കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ എത്ര വിചിത്ര. അതിലൊക്കെ വിചിത്രമായ വാദം ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്ത് ശിവവീരാൻ പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തി. അതായത് ആ സലീമിൻ്റെ അച്ഛൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, കൈക്കൂലി നൽകിയില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ 12 വർഷം കഴിഞ്ഞിട്ട് ഈ ആരോപണം ഉന്നയിക്കുന്നത്? കൈക്കൂലിക്കണം. അപ്പോൾ ഈ മകൻ്റെ പൈസയ്ക്ക് ഭരണത്തിന് കൈക്കൂലി വാങ്ങിച്ച പിതാവാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക? അപ്പോൾ അതിൻ്റെ പിന്നിൽ തിരക്കഥ ആരാണെന്നുള്ളത് ഞാൻ പറയാതെ പറഞ്ഞില്ല ആദ്യത്തെ ഘട്ടത്തിൽ. അത് തന്നെയാണ് വസ്തുത. ഇവരൊരു ലോജിക്ക്, ഒരു മിനിമം ലോജിക്ക് വേണ്ടേ ഈ പിതാവിനെ ഈ രീതിയിലൊക്കെ സംസാരിപ്പിക്കും?